നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ ഉത്സവം കഴിഞ്ഞാലും പൂരം കഴിഞ്ഞാലും പിന്നെ ഈ ഉത്സവപ്പറമ്പിൽ അല്ലെങ്കിൽ പൂരപ്പറമ്പിൽ ഇതിൻ്റെയൊക്കെ ഒരു ചില അംശങ്ങളൊക്കെ അവിടെ കിടക്കും. വെടിക്കെട്ട് കഴിഞ്ഞതാണെങ്കിൽ അത് പൊട്ടാതെ കിടക്കുന്നതൊക്കെ ചെറുതായിട്ടൊക്കെ ചീറ്റുകയും പൊട്ടുകയും ഒക്കെ ചെയ്യും എന്ന് പറഞ്ഞതുപോലെയാണിപ്പോൾ കൊല്ലത്ത് സമാപിച്ച സംസ്ഥാന സ്കൂൾ കലോത്സവം കഴിഞ്ഞു. അതിനെ തുടർന്ന് സമാപന സമ്മേളനത്തിലെ ചിലരെയൊക്കെ ഒഴിവാക്കിയത്. അതായത് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ വേണ്ട തരത്തിലുള്ള പരിഗണന കൊടുക്കാതെ മാറ്റി നിർത്തി. അങ്ങനെ അതിപ്പോൾ ചെറിയൊരു പൊട്ടലും ചീറ്റലിലേക്കുമൊക്കെ കടന്നിരിക്കുകയാണ്. അങ്ങനെ ബോധപൂർവമായിട്ടുള്ള അവഗണന നടത്തിയിരിക്കുന്നത് മറ്റാരെയുമല്ല, നിസ്സാരപ്പെട്ട ആളിനെയല്ല, കൊല്ല എം പിയെ തന്നെയാണ്. കൊല്ല എം പി എന്ന് പറയുമ്പോൾ CPM അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അത് NK പ്രേമേന്ദ്രനാണ്. നമ്മുടെ കാരണഭൂതൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പരനാറി. 2014 പരനാറി, 2019 പരനാറി. ആ പരനാറിയെ എങ്ങനെയെങ്കിലും 2024 തോൽപ്പിക്കണം എന്ന് വളരെ തിരക്കിട്ട് ചർച്ച നടത്തുകയാണ് ഇപ്പോൾ CPM കേന്ദ്രത്തിനകത്ത്. പക്ഷേ തത്തുല്യനായ ഒരു സ്ഥാനാർത്ഥിയെ അവർക്ക് കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. കണ്ടെത്തിയതോ പറ്റിയ ചരക്കുകളാണ്. ആര്? നമ്മുടെ മുകേഷ് MLA, പിന്നെ ചിന്ത ജെറോം പോരെ, രണ്ടുപേരെ ആരെങ്കിലും നിർത്തിക്കഴിഞ്ഞാൽ രാവിലെ 8 മണിക്ക് തന്നെ തോൽവി ഉറപ്പാക്കാം എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ബോധപൂർവം, കാരണം സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത് കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്നതാണ്. അവിടെ സ്ഥല MPയെ അവഗണിക്കുക എന്ന് പറയുന്നത്, NK പ്രേമേന്ദ്രൻ പറയുന്നു കൊടിക്കുന്നിൽ സുരേഷ് MPയെയും അവഗണിച്ചു. അവിടെ വേദിയിലെ വളരെ പിൻനിരയിലാണ് കൊണ്ടുവന്ന് ഇരുത്തിയത്. MPമാരല്ലേ, അതിപ്പോൾ പിന്നെ കൊടിക്കുന്നിൽ ആണോ അല്ലെങ്കിൽ കോൺഗ്രസിലുള്ള വേറെ ആരെങ്കിലും ആണോ എന്നുള്ളതല്ല നോക്കുന്നത്. NK പ്രേമേന്ദ്രൻ കൊല്ലത്തിൻ്റെ MP, മാവേലിക്കര MPയാണ്, അതിനോട് ചേർന്ന് നിൽക്കുന്ന, അവിടെ പിന്നെ വളരെ അംഗീകാരമുള്ള ആൾ തന്നെയാണ് ആ MPക്ക് അവിടെ. അപ്പോൾ തീർച്ചയായിട്ടും ഇവരെയൊക്കെ അങ്ങ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ഈ സ്വീകരണ കമ്മിറ്റിയുടെ ചുമതല മുഴുവൻ CPI അനുഭാവമുള്ള അധ്യാപക സംഘടനയ്ക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള അറിയിപ്പ് പ്രകാരം ഒഴിവാക്കിയെന്നാണ് സ്വീകരണ കമ്മിറ്റിയിലെ ചിലർ അറിയിച്ചത്. അപ്പോൾ ഈ നല്ല രീതിയിൽ നടന്നു വന്ന ഒരു കലോത്സവത്തിൽ അവസാനം ഈ അപസ്വരം ഉണ്ടാക്കണ്ട എന്ന് കരുതിയത് കൊണ്ടാണ് ആ സമയത്ത് പ്രതികരിക്കാതിരുന്നതെന്നും പ്രേമേന്ദ്രൻ പറയുന്നുണ്ട്. അതുപോലെ മുകേഷ് MLAയ്ക്കുമൊക്കെ ആളാകാൻ കിട്ടിയൊരു അവസരമല്ലേ. കൊല്ലത്തുകാർക്ക് ഈ കഴിഞ്ഞ ഒരു 3-4 ദിവസം മുകേഷ് MLA അവിടെ കാണാൻ കഴിഞ്ഞു. ഇല്ലെങ്കിൽ ഈ MLA അവിടെ എങ്ങും ഇല്ല എന്നുള്ളതാണ്. കൊല്ലത്തുകാർക്ക് 2016 മുതൽ പറ്റിയൊരു അബദ്ധമാണ്. ഈ തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് കാരണഭൂതൻ പോയി പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ. എന്താണ്? നിങ്ങൾക്ക് 2016 ഒരബദ്ധം പറ്റി, 2021 നിങ്ങൾക്ക് സംഭവിച്ചു, അത് തിരുത്താനുള്ള ഒരു അവസരമാണ് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞതുപോലെ കൊല്ലത്തുകാർക്ക് ഇനിയിപ്പോൾ തിരുത്താനുള്ള ഒരു അവസരത്തിന് വേണ്ടി നോക്കിയിരിക്കുകയാണ് 2026 വരെ. പക്ഷേ ആ തിരുത്തൽ എത്രത്തോളം ശക്തിയുള്ളതായിരിക്കും എന്നുള്ളത് 2024 തന്നെ അറിയാം. NK പ്രേമചന്ദ്രൻ്റെ ഭൂരിപക്ഷം അവിടെ വർദ്ധിച്ചിരിക്കുമെന്നുള്ളതാണ്. കാരണം 2014 വന്ന് പരനാറി എന്ന് പ്രയോഗിച്ചു, 2019 പ്രയോഗിച്ചു, ഭൂരിപക്ഷം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. പരനാറി എന്നും പരനാറിയാണെന്നാണ് 2019 പറഞ്ഞത്. ഇനിയിപ്പോൾ 2024 പറയാൻ പോകുന്നത് ആ പരനാറി പ്രയോഗത്തിൻ്റെ തുടർച്ച തന്നെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ പ്രേമചന്ദ്രനെ ഏതെല്ലാം തരത്തിൽ ഒതുക്കാം, എങ്ങനെയൊക്കെ ഒഴിവാക്കി നിർത്താം എന്നുള്ളതാണ് ഈ ഇടത് അധ്യാപക സംഘടനകളും ഒക്കെ ആലോചിച്ചത്. അത് മുകളിൽ നിന്നുള്ള ചില നിർദ്ദേശാനുസരണം തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. പക്ഷേ ഈ സ്കൂൾ കലോത്സവത്തിൻ്റെ വേദിയിലോ അല്ലെങ്കിൽ സൈഡിൽ കൊണ്ടുവന്നിരുത്തിയതോ ഒന്നുമല്ല. കൊല്ലത്തെ വോട്ടർമാരുടെ ഇടയിൽ എത്രത്തോളം ജനസമ്മതനാണ് NK പ്രേമചന്ദ്രൻ എന്നുള്ളത് CPM കേന്ദ്രങ്ങളിലൊക്കെ നന്നായിട്ടറിയാം.
അതാണ് അവരുടെ നെഞ്ചിടിപ്പ് കൂട്ടിയിട്ടുള്ളതും. കാരണം 2024 തെരഞ്ഞെടുപ്പിൽ വീണ്ടും പ്രേമചന്ദ്രൻ കൂടുതൽ ഭൂരിപക്ഷത്തിലേക്ക് പോകുമ്പോൾ തങ്ങളുടെ സ്ഥാനാർത്ഥി ദയനീയമായി 8 നിലയിൽ പൊട്ടുന്നത് വീണ്ടും കാണണമല്ലോ എന്നോർക്കുമ്പോഴാണ്. ഈ എൻ കെ പ്രേമചന്ദ്രൻ്റെ വിജയമാണ് നമ്മുടെ കാരണഭൂതനെ ഒരുപാട് അസ്വസ്ഥനാക്കിയിട്ടുള്ളത്. എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. അവിടെ എൻ കെ പ്രേമചന്ദ്രനെ പരാജയപ്പെടുത്തി CPM ജയിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ഇന്ത്യ മഹാരാജ്യം പിടിച്ചെടുക്കുന്ന ഒരു സന്തോഷത്തിലാണ് ഇവിടുത്തെ കേരളത്തിലെ CPMകാർ. അത്രയ്ക്ക് വാശിയോടുകൂടിയാണ് അവർ എൻ കെ പ്രേമചന്ദ്രൻ്റെ അടുക്കൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ കലോത്സവ വേദികളിൽ നിന്ന് പോലും അകറ്റി നിർത്തുക, വേദിയിലൊരു മൂലയ്ക്ക് കൊണ്ടുവന്നിരുത്തുക. അങ്ങനെ ഇരുത്തേണ്ട ആളല്ല, പക്ഷേ ഇവിടെ അങ്ങനെ ഇരുത്തി തോൽപ്പിക്കാൻ മാത്രമേ ഇവർക്ക് കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. എൻ കെ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന നേതാവ് MP, പാർലമെൻറ്റ്, മികച്ച ഒരു പാർലമെൻറ്റേറിയനാണ്. നരേന്ദ്രമോദിയുടെ പ്രത്യേക പ്രശംസയ്ക്ക് പാത്രമായിട്ടുള്ള ഒരു MP കൂടിയാണ്. അങ്ങനെയുള്ള ഒരു MPയെ തകർക്കാനായിട്ട് ഇവർക്ക് സാധിക്കുമോ? ഈ മുകേഷ് MLA വിചാരിച്ചാൽ സാധിക്കുമോ? സാധിക്കത്തില്ല. മുകേഷ് MLA പോലുള്ളവരുടെയൊക്കെ ഒരു തരം ഈ കളികളാണ് ഇതിനകത്ത് അവിടെ നടന്നിട്ടുള്ളത് മുഴുവൻ. എന്തായാലും 2024 കണ്ടുകൊണ്ടുള്ള ഒരു കളിയാണ് ഇവർ നടത്തിയത്. അത് പ്രേമചന്ദ്രൻ്റെ അടുക്കൽ വില പോകില്ല എന്നുള്ളത് ഉറപ്പാണ്.